സമുദ്രമന്ഥനിൽ ഹലാഹല വിഷം അഥവാ കാളകൂട വിഷം പുറത്തു വന്നപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ ശിവൻ അത് കുടിക്കുകയും കഴുത്തിൽ നീലനിറം വന്ന് നീലകണ്ഠൻ എന്നറിയപ്പെടുകയും ചെയ്തു. ഇത് നടന്നത് ശ്രാവൺ മാസത്തിലാണ്. കാളകൂട വിഷത്തിന്റെ ചൂടിൽ നിന്ന് ഭഗവാൻ ശിവന് ആശ്വാസം നൽകാനെന്നവണ്ണം ഈ മാസത്തിൽ പ്രകൃതി തണുത്ത മഴയായി പെയ്തിറങ്ങി. തണുത്ത കാറ്റും മഴയും ഭൂമിയെ കുളിരണിയിച്ചു. പ്രകൃതി തന്നെ ശിവന് ജലാഭിഷേകം നടത്തുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണ് ശ്രാവൺ മാസത്തിൽ ഭക്തർ ശിവന് ജലം സമർപ്പിച്ച് അഭിഷേകം ചെയ്യുന്നത്. ഇതേ ശ്രാവൺ മാസത്തിലാണ് പാർവതി ദേവി തന്റെ പ്രിയപ്പെട്ടവനായ ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ കഠിനമായ തപസ് തുടങ്ങിയത്. 16 തിങ്കളാഴ്ച വ്രതങ്ങൾ അനുഷ്ഠിച്ച് ദേവി ശിവഭഗവാനെ പ്രീതിപ്പെടുത്തി. അവരുടെ ഭക്തിയുടെയും ഉറച്ച തീരുമാനത്തിന്റെയും പ്രതീകമായി ഈ മാസം മാറി. കൂടാതെ ചന്ദ്രന്റെ ഊർജം ശിവനുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ടാണ് ചന്ദ്രനുമായി ബന്ധപ്പെട്ട ദിവസമായ തിങ്കളാഴ്ചകൾ ശിവനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത്. ശ്രാവൺ മാസത്തിലെ തിങ്കളാഴ്ചകൾക്ക് ഇരട്ടി പ്രാധാന്യമുണ്ട്. ഭഗവാൻ ശിവൻ സ്വയം പറഞ്ഞിട്ടുണ്ട്, ശ്രാവൺ മാസത്തിൽ ആരെങ്കിലും എനിക്ക് ജലവും ബലിപത്രവും സമർപ്പിച്ച് പൂജിച്ചാൽ അവർ മോക്ഷത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകും. വേനലിന്റെ കഠിനമായ ചൂടിൽ നിന്ന് തണുപ്പിലേക്കും പുതുജീവനിലേക്കും മാറുന്ന ഈ സമയം പരിവർത്തനത്തിന്റെ ഒരു വാതായനമാണ്. അതുകൊണ്ടാണ് ശ്രാവൺ മാസവും അതിലെ തിങ്കളാഴ്ചകളും ഭഗവാൻ ശിവന് ഏറ്റവും പ്രിയങ്കരമായ കാലഘട്ടമായി മാറിയത്. ഈ ശ്രാവൺ മാസത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ആരാധനകളും നടക്കുന്നുണ്ട്. ഭഗവാൻ ശിവന്റെ പ്രിയപ്പെട്ട ശ്രാവൺ മാസത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്.